വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയു നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കു നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയു നീ. അയോഗ്യമാനസനാണു ഞാൻ, എങ്കിലും നിൻ കൃപയേകണേ. നിൻ രൂപമേകുവാൻ വന്നിടു നീ, പാവനാത്മാവാൽ നീ നിറയ്ക്കൂ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയു നീ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടി. കർത്താവിൽ എത്രയും വാത്സല്യമുള്ള സഹോദരീ സഹോദരന്മാരെ, ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം തുടക്കം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവായ യേശു തൻ്റെ അപ്പസ്തോലന്മാരെ അയക്കുന്നു. തൊട്ടു മുമ്പ് വരെയുള്ള അധ്യായത്തിൽ ഈ ശിഷ്യര്, ഈ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ കൂടെ നടക്കുകയും യേശു പറഞ്ഞ വാക്കുകൾ, ചെയ്ത കാര്യങ്ങൾ ഇവയൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്ത് അവർ തങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് 9-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അവർ സ്വന്തമായ രീതിയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നു. ക്രിസ്തു 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. ഈ ത്രിവിധ ശുശ്രൂഷകളാണ് ഇവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുക. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ 2 ഘട്ടങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. ഒന്ന്, തൻ്റെ നാഥനും ഗുരുവുമായ യേശുവിനോട് കൂടെയായിരുന്ന് അവൻ്റെ ഹൃദയമിടിപ്പുകൾ സ്വീകരിച്ച് അതിനോടൊപ്പം തന്നെ ഹൃദയതാളം കൂട്ടിച്ചേർത്ത് അവൻ ലോകത്തിലേക്ക് ഇറങ്ങണം. അവൻ താൻ ജീവിക്കുന്ന ഇടങ്ങളിൽ താൻ കേട്ട, കണ്ട്, അനുഭവിച്ച ഈ സത്യങ്ങൾ പ്രഘോഷിക്കുക. അതാണ് അവൻ്റെ ദൗത്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ ഈ ഹൃദയതാളം സ്വായത്തമാക്കുവാനുള്ള ശ്രമമാണ്. അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നാം വിളിക്കപ്പെട്ടവരാണെന്നുള്ള ചിന്തയോടെ ബലിയർപ്പണം ആരംഭിക്കാം. നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ: പരേതരായ ലോറൻസ് മാത്തൻ പുത്തൻപറമ്പിൽ, ഫിലോമിന ജെയിംസ്, മേരി ജോസഫ് വെളിവിൽ, ജോയി സേവ്യർ മുക്കത്ത്, ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം നാം പ്രാർത്ഥിക്കുന്നു. ഒപ്പം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ജോലി ലഭിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് അലൻ ആൻ്റണി പുത്തൻപുരക്കലും കുടുംബവും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ചിന്തകളോടെ, പ്രാർത്ഥനകളോടെ നമുക്ക് തിരുവൾത്താരയെ സമീപിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞു നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായി എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹവായ്പ ചൊരിയണമേ. അങ്ങനെ അങ്ങയെ എല്ലാറ്റിനും ഉപരിയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. യെസ്രായുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് സായാഹ്ന ബലിയുടെ സമയത്ത് യെസ്ര ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു. എൻ്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. ഞങ്ങളിൽ ഒരു വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണനേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി. ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. പേർഷ്യ രാജാക്കന്മാരുടെ മുൻപിൽ അവിടുന്ന് തൻ്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം കേടുപാടുകൾ പോക്കി പണിതീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂദായിലും ജെറൂസലേമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇസ്രായേൽ മക്കളെ ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. അവിടുന്നാണ് നമ്മെ അവരുടെ ഇടയിൽ നിന്ന് ചിതറിച്ചത്. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ. ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പാപികളെ പിന്തിരിയുവിൻ. അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു 12 ശിഷ്യന്മാരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു നാളം തെളിഞ്ഞിടുവാൻ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉത്ഥാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ.
നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ജോസഫ് മെത്രാനോടും വൈദികണത്തോടും സന്യസ്തരോടും അൽമായ സഹോദരരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട യൗസപിതാവിനോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരം. സ്വർഗം തുറക്കുന്ന സ്നേഹം, ഞങ്ങളിൽ പകരുന്ന സ്നേഹം, സ്വർഗം തുറക്കുന്ന സ്നേഹം, ഞങ്ങളിൽ പകരുന്ന സ്നേഹം, സ്വർഗം തുറക്കുന്ന 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 സ്നേഹം,
ഭൂതലം നിറഞ്ഞൊരു സ്നേഹം, മണ്ണിനും വിണ്ണിനും പുളകങ്ങൾ ചാർത്തുന്ന ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, സ്വർഗം തുറക്കുന്ന സ്നേഹം. ഭൂതലം നിറഞ്ഞൊരു സ്നേഹം, മണ്ണിനും വിണ്ണിനും പുളകങ്ങൾ ചാർത്തുന്ന ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, സ്വർഗം തുറക്കുന്ന സ്നേഹം. സ്നേഹിതർക്കായി ജീവനർപ്പിച്ച സ്നേഹം, പാപികൾക്കായി രക്ഷ നൽകിയ സ്നേഹം, സ്നേഹിതർക്കായി ജീവനർപ്പിച്ച സ്നേഹം, പാപികൾക്കായി രക്ഷ നൽകിയ സ്നേഹം, ഭൂവിനെ വാനോളം ഉയർത്തിയ സ്നേഹം, ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, ഭൂവിനെ വാനോളം ഉയർത്തിയ സ്നേഹം, ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, സ്വർഗം തുറക്കുന്ന സ്നേഹം. ഭൂതലം നിറഞ്ഞൊരു സ്നേഹം, മണ്ണിനും വിണ്ണിനും പുളകങ്ങൾ ചാർത്തുന്ന ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, സ്വർഗം തുറക്കുന്ന സ്നേഹം. കീഴുന്നോർക്കാശ്വാസമേകുന്ന സ്നേഹം, പീഡിതർക്കാശ്രയം നൽകുന്ന സ്നേഹം, കീഴുന്നോർക്കാശ്വാസമേകുന്ന സ്നേഹം, പീഡിതർക്കാശ്രയം നൽകുന്ന സ്നേഹം, മർത്യനു നിത്യത നൽകിയ സ്നേഹം, ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, മർത്യനു നിത്യത നൽകിയ സ്നേഹം, ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, സ്വർഗം തുറക്കുന്ന സ്നേഹം. സ്നേഹിതർക്കായി ജീവനർപ്പിച്ച സ്നേഹം, പാപികൾക്കായി രക്ഷ നൽകിയ സ്നേഹം, സ്നേഹിതർക്കായി ജീവനർപ്പിച്ച സ്നേഹം, പാപികൾക്കായി രക്ഷ നൽകിയ സ്നേഹം, ഭൂവിനെ വാനോളം ഉയർത്തിയ സ്നേഹം, ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, ഭൂവിനെ വാനോളം ഉയർത്തിയ സ്നേഹം, ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, സ്വർഗം തുറക്കുന്ന സ്നേഹം. ഭൂതലം നിറഞ്ഞൊരു സ്നേഹം, മണ്ണിനും വിണ്ണിനും പുളകങ്ങൾ ചാർത്തുന്ന ദിവ്യമാം സ്നേഹം, യേശുവിൻ സ്നേഹം, സ്വർഗം തുറക്കുന്ന സ്നേഹം.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന് ഞങ്ങളങ്ങേ കാരുണ്യത്തിനായി താഴ്മയോട് കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരുവാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരുവാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നീതിമാനാകിയ യൗസേപ്പിതാവിനിൻ പാദത്തിലാശ്രയം തേടി വന്നേൻ. സ്വർഗഭണ്ഡാരങ്ങൾ എല്ലാം തുറന്നു നീ രക്ഷിപ്പു ഞങ്ങളെ. നാളിൽ നാളിൽ പരിശുദ്ധി പൂത്തിടും പൂങ്കാവി നിന്നുടെ സുഹൃതങ്ങൾ ഞങ്ങളിൽ പൂവിടേണം. ശുദ്ധത എപ്പോഴും കാത്തുവസിക്കുവാൻ ശക്തി നീയേകണേ. പുണ്യതാത നീതിമാനാകിയ യൗസേപ്പിതാവിനിൻ പാദത്തിലാശ്രയം തേടി വന്നേൻ. മനുഷ്യാവതാരം ചെയ്ത പുത്രൻ തമ്പുരാന്റെ കാവൽക്കാരനും വളർത്തുപിതാവുമായിരുന്നതിനാൽ ഇഹത്തിൽ വാവാ തമ്പുരാന്റെ സ്ഥാനം വഹിച്ചവനും പരിശുദ്ധാരൂപിയുടെ നിർമ്മല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തെ വിവാഹം ചെയ്തതിനാൽ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിന് പകരം നിന്നവനും തിരുക്കുടുംബത്തിൻ്റെ തലവനും പരിപാലകനുമായ വിശുദ്ധ യൗസേപ്പേ, നിന്റെ മഹോന്നത മഹിമയെ ഞങ്ങൾ വാഴ്ത്തുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. നിനക്ക് ലഭിച്ച ഉന്നത സ്ഥാനത്താൽ നീ സകല മാലാഖമാരെയും എല്ലാ ദീർഘദർശികളെയും എല്ലാ ഗോത്രപിതാക്കന്മാരെയും അതിശയിക്കുന്നു. ഇത്ര ഉയർന്ന സ്ഥാനം വഹിക്കുവാൻ ദൈവം നിനക്ക് വിശേഷ ദാനങ്ങളും വരങ്ങളും നൽകി. ലോകരക്ഷകന്റെ പിറവി മുതൽ ദിവ്യ ശിശുവിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നതിനാൽ ലോകത്തിന്റെ വീണ്ടെടുപ്പിൽ നീ ആദ്യമേ സഹപ്രവർത്തകനായിരുന്നു. ആയതിനാൽ മനുഷ്യവർഗം മുഴുവനും നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യരിൽ പലരും നിന്റെ മഹത്തായ സ്ഥാനത്തെയും വല്ലഭത്തെയും അറിഞ്ഞിട്ടില്ല. നിന്റെ മഹാത്മ്യത്തെ അറിയുകയും അതറിയിപ്പാൻ കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്നോട് സദാ നന്ദിയുള്ളവരായിരിക്കുന്നു. ഉണ്ണീശോയുടെ കാവൽക്കാരനും തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനുമായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിന്റെ സൂക്ഷിപ്പിനും സംരക്ഷണത്തിനും ഏൽപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവിധ ആപത്തുകളിൽ നിന്ന് രക്ഷിപ്പാൻ മിശിഹായുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ തലവൻ എന്ന നിലയിൽ മിശിഹായ്ക്ക് നൽകിയ ആജ്ഞകൾക്ക് പ്രാബല്യമുണ്ടായിരുന്നതുപോലെ സ്വർഗത്തിൽ അവിടുത്തെ മാധ്യസ്ഥത്തിനും ഫലമുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് ഞങ്ങളുടെ അപേക്ഷകൾ നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ തലവനായ വിശുദ്ധ യൗസേപ്പേ, അങ്ങ് ഭാരമേറ്റിരുന്ന കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഏറെ പ്രയാസവും ക്ലേശവും സഹിക്കേണ്ടതായി വന്നെങ്കിലും ഏറ്റവും ക്ഷമയോടും സന്തോഷത്തോടും നിന്റെ കടമയെ നിറവേറ്റിയല്ലോ. തിരുക്കുടുംബം നടത്തിക്കൊണ്ടുപോരുവാനുള്ള ഏക മാർഗം അങ്ങയുടെ കൈവേല മാത്രമായിരുന്നു. അങ്ങ് ചെയ്തു വന്ന തൊഴിൽ വിശ്വസ്തയോടും ഉത്സാഹത്തോടും നിറവേറ്റിയല്ലോ. ഞങ്ങളോരോരുത്തരും നിർവഹിക്കേണ്ട കടമ കൃത്യമായും ജാഗ്രതയായി നിറവേറ്റുന്നതിന് മനസ്സും കഴിവും ലഭിച്ചറിയണമേ. വിരക്തിയുടെയും വിശുദ്ധിയുടെയും പരിരക്ഷകനായ വിശുദ്ധ യൗസേപ്പേ, അശുദ്ധവും മലിനവുമായതൊക്കെയിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ച് നിർമ്മലവും നിഷ്കളങ്കവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് ഞങ്ങൾ ഏവരുടെയും സൂക്ഷിപ്പുകാരനായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. വിലചീവോരാം മനുഷ്യർക്കെല്ലാം ചേലേഴും മാർഗദീപമായി ശോഭിക്കും യൗസേ പുണ്യതാതാ നീ ആനയിക്കണം ഞങ്ങളെ. ക്ലേശങ്ങൾ പലയാതനയേതും ഗേദം കലർന്നു കൊള്ളാതെ ഈശോഭീരാശം പോലവേ ഞങ്ങൾ കാണുമാറായി തീരണം. നീതിയിൽ പരസ്നേഹത്തിൽ ദൈവ സേവനം ചെയ്തിതന്ത്യത്തിൽ നിത്യസൗഭാഗ്യ രാജ്യത്തിൽ ഞങ്ങൾ എത്തുവാൻ തൃക്കൺ പാർക്കണേ. വില ചെയ്വോരാം മനുഷ്യർക്കെല്ലാം ചേലേഴും മാർഗദീപമായി ശോഭിക്കും യൗസേ പുണ്യതാതാ നീ ആനയിക്കണം ഞങ്ങളെ. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പേ, അവരുടെ കുടുംബങ്ങൾ തിരുക്കുടുംബത്തിന് സദൃശ്യമാക്കണമേ. തിരുക്കുടുംബത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ അവരുടെ കുടുംബങ്ങളിലും കൈവരുവാനിടയാക്കണമേ. അവരുടെ ഭവനങ്ങളിൽ സമാധാനവും സംതൃപ്തിയും സൗഭാഗ്യവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അവരെ സകലവിധ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാവർക്കും മാതൃകയായ വിശുദ്ധ യൗസേപ്പേ, സകലരും അങ്ങയുടെ ജീവിത രീതി അനുകരിക്കട്ടെ. കുടുംബങ്ങളിൽ സമാധാനം പാലിക്കുന്നതിനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലുമുള്ള കടമകൾ ദൈവതിരുമനസ്സ് പോലെ നിറവേറ്റുന്നതിനും തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിൽ ഐക്യം പുലർത്തുന്നതിനും എല്ലാ ജാതികളും എല്ലാ രാജ്യങ്ങളും തമ്മിൽ സൗഹാർദ്ദം സുദൃഢമാവുന്നതിനും അങ്ങയുടെ മാതൃക പ്രചോദനം നൽകട്ടെ. മനുഷ്യ സമുദായത്തിൽ പിളർപ്പും കലവുളവാക്കുന്ന ദുശക്തികൾ തിരോധാനം ചെയ്യുമാറാകട്ടെ. വ്യക്തികളെയും കുടുംബങ്ങളെയും വഴിതെറ്റിക്കുന്ന അബദ്ധബോധനങ്ങളിൽ നിന്നും ദുഷ്പ്രവണതകളിൽ നിന്നും ഞങ്ങൾ അകറ്റി നിർത്തണമേ. സഭയെ തിരുന്നവരുടെ ബോധം തെളിയിച്ച് അവരുടെ അബദ്ധധാരണകൾ ദൂരീകരിച്ച് അവരെ തിരുസഭയുടെ അനുഭാവികളും അനുയായികളുമാക്കി തീർക്കണമേ. വിശുദ്ധ യൗസേപ്പേ, നിന്റെ മരണം എത്ര ഭാഗ്യമുള്ളതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ വളർത്തുപുത്രനായ മിശിഹായും നിന്റെ പരിശുദ്ധ ഭാര്യയായ കന്യകമറിയവും നിന്റെ അരികെ നിന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നീ പ്രാണൻ വെടിഞ്ഞത്. മിശിഹായുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ദിവ്യ സാന്നിധ്യവും ദിവ്യ പരിചരണവും അങ്ങയുടെ അന്തിമ സമയത്ത് അത്യധികം ആശ്വാസവും ആനന്ദവും നൽകി. ആയതിനാൽ നിന്റെ മരണം അതീവ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയതായിരുന്നു. എത്രയും ഭാഗ്യമുള്ള മരണം സിദ്ധിച്ച വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളെ എല്ലാ അപകട മരണത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കണമേ. പാപങ്ങളെപ്പറ്റി മനസ്താപ്പെട്ടുകൊണ്ടും ഈശോ മറിയ യൗസേപ്പേ എന്ന തിരുനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും സമാധാനപരവും ആശ്വാസപ്രദവുമായ മരണം പ്രാപിക്കുവാനും മരണശേഷം നിന്നോടുകൂടി സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ മിശിഹായുടെ കാവൽക്കാരനും പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവും തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനും തൊഴിലാളികളുടെ രക്ഷകർത്താവും രോഗികളുടെയും മരണാസന്നരുടെയും സങ്കേതവുമായ വിശുദ്ധ യൗസേപ്പേ, മനുഷ്യ സമുദായത്തിൽ യോജിപ്പും ക്ഷേമവും പുലർത്തി അവർ നിത്യസൗഭാഗ്യത്തിലേക്ക് ആനയിക്കുവാൻ കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിസമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ നിയോഗത്തിനായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൂജിത ഭവന പാലക യൗസേപ്പേ, മേദിനി വാഴ്വുരാം ഞങ്ങളെ എന്നും കാത്തുകൊള്ളേണമേ. ഈശകുമാരനേ, മേരി മാതാവിനെ, പാരിൽ പരിരക്ഷ ചെയ്ത പോലെ നീ കാത്തുകൊള്ളേണമേ. ഭീഴും മരണ നേരം വരുമ്പോൾ നീ മേരി മാതാവും യേശുവും ഒന്നിച്ചു വന്നുകൊള്ളേണമേ. പൂജിത ഭവന പാലക യൗസേപ്പേ, മേദിനി വാഴ്വുരാം ഞങ്ങളെ എന്നും കാത്തുകൊള്ളേണമേ.